നമ്മളങ്ങനെ കൊടൈക്കനാൽ എത്തി ഗായ്സ്. സവാള അരിഞ്ഞോണ്ടിരിക്കാണ്. ഞാൻ ഇനി ഫുഡ് സെറ്റ് ചെയ്തിട്ട് വരാം. നടക്കാൻ തുടങ്ങിയിട്ട് കുറെ സമയം ഗായ്സ്. വെൽക്കം ബാക്ക് അഭിജിത്ത് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലത്തെ എപ്പിസോഡിന്റെ ബാക്കി ഇന്നിപ്പോ എടുക്കുകയാണ്. അതായത് ഇന്നലെ ഞാൻ കുറച്ച് സമയം വരെ കുറച്ച് വരെ എടുത്തു. അതായത് ഇന്നലെ ഫുള്ള് പാട്ടും ബഹളവും ഡാൻസ് ആ ഒരു ഇതായിരുന്നു. എല്ലാം പിന്നെ തളർന്ന് ഇപ്പം കൊടൈക്കനാലിൽ കയറുന്ന എൻട്രൻസിന്റെ അവിടെ ഒക്കെയാണ്. അപ്പം ഇലക്ട്രോണിക് പാസ് എടുക്കണം, ഈ പാസ് എടുക്കണം. അപ്പൊ നമ്മൾ എടുത്തില്ലായിരുന്നു. അപ്പം അത് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം എല്ലാരും ഒരു വഴിയായി എല്ലാരും കിടക്കുകയാണ്. ഇനി അവിടെ നിന്ന് ഇലക്ട്രോണിക് പാസ് എടുത്ത് ഇവിടുന്ന് ഇനി നേരെ നമ്മൾ റൂമിലോട്ട് പോകണം. ഇനി ഏകദേശം ഒരു 10-40 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ. അപ്പൊ അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തും. അതിന്റെ കൂടെ നമ്മൾ ഇറങ്ങിയെടുത്ത് ഇവിടെ ഒരു ജസ്റ്റ് എന്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ക്ഷേത്രമൊക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്, ഓ മോനെ, വണ്ടി അവിടെ കിടക്കുന്നു, നമ്മളിവിടെ നിൽക്കുന്നു. ഓക്കെ, വിളിച്ചോ? എന്നെ വിളിച്ചോ? വേണ്ട, ലാസ്റ്റ് ഫോണും പോവും, എല്ലാം പോവും. ഗായ്സ്, നമ്മളങ്ങനെ റൂമെത്തി നമ്മുടെ വണ്ടി ഇതായി കിടക്കുന്നു. ഇതാണ് നമ്മുടെ വണ്ടി കിടക്കുന്നു. ഇതാണ് റൂം. പുറമെ കാണുന്ന പോലെ എല്ലാ റൂമും. അകത്തോട്ട് പോയിട്ട് റൂം കാണിച്ചു തരാം. ഇത് ഇത്രയാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് അകത്തോട്ട് പോകാൻ നേരത്ത് ഞാൻ വെച്ചാൽ നമുക്ക് ഓൾറെഡി 2 ഫ്ലോർ നമുക്കുണ്ട്. അത് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതിന്റെ സെറ്റപ്പ് കുഴപ്പമില്ലാത്ത രീതി അടിപൊളിയാണ്. ഓക്കെ, ഇതൊരു റൂം. ഇത് അതേപോലെ വേറൊരു റൂം. ഇത് കിച്ചൺ സെറ്റപ്പ് ഇങ്ങനെയാണ്. ഇപ്പൊ ഫുഡ് ഇനി വേണം ഉണ്ടാക്കാൻ. അതായത് ഫുഡൊന്നും ആക്കി തുടങ്ങിയില്ല. ഫുഡ് ഇനി വേണം ഉണ്ടാക്കാൻ. അതേപോലെ ഓരോ റൂമായിട്ട് കാണിച്ചത്. ഇത് സെക്കൻഡ് ഫ്ലോർ. നമുക്ക് 2 ഫ്ലോർ നമുക്ക് തന്നെ ഉള്ളതാണ്. ഇപ്പൊ ഇത് സെക്കൻഡ് ഫ്ലോർ പറഞ്ഞത്. ഇത് ഫുള്ള് സെക്കൻഡ് ഫ്ലോർ നമുക്കാണ്. ഇത് നമ്മൾ സെക്കൻഡ് റൂം. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഓ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഇത് വരും. ഇനി ഇതിന്റെ മേളിൽ നമുക്ക് വീണ്ടും വന്നാ ഇവിടെ ഫുഡ് സെറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് മേളിലും കിച്ചൺ ഉണ്ട്, 2 ഫ്ലോറിലും കിച്ചൺ ഉണ്ട്. പക്ഷെ നമുക്ക് താഴെ കുക്ക് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ഇവിടെ നിന്ന് നേരെ മേളിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് ഇവിടത്തെ. ഇവിടെ ഇരിക്കുക, ഊഞ്ഞാലാടുക. എന്റെ മോനെ, ഐസ് വൈബ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വൈബ്. ഇവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ പയ്യന്മാരായിട്ട് ഇരിക്കണം. എന്റെ മോനെ സീന് വൈബായിരിക്കും എന്ന് വെച്ചാൽ സീന് വൈബായിരിക്കും. കണ്ടോ, ഇത് കറക്റ്റ് കൊടൈക്കനാലിൽ നിന്നൊരു 3 കിലോമീറ്റർ അകത്തോട്ട് വരണം. 3 കിലോമീറ്റർ അകത്തോട്ട് വരുമ്പോഴുള്ള സ്ഥലമാണ്. ഇത് കോട വന്ന് തുടങ്ങി ഗായ്സ്. ഈ കാണുന്ന മൊത്തം കോടയാണ്. മോളിൽ കാണുന്ന മൊത്തം കോടയാണ്. ചെറിയൊരു മഴക്കാറുള്ള പോലെ ചെറുതുണ്ട്. അപ്പൊ എന്തായാലും മഴ പെയ്യും. അപ്പൊ ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് സെറ്റ് ചെയ്യണം. ഫുഡ് സെറ്റ് ചെയ്യണ അടുത്ത ടാസ്ക്. അപ്പം ഞാൻ ഇനി ഫുഡ് സെറ്റ് ചെയ്തിട്ട് വരാം. ഫുഡ് സെറ്റ് ചെയ്യണ വരുന്നതായിട്ട് എടുത്ത് കാണിക്കാം. ഓക്കേ, യെസ്. സവാള അരിഞ്ഞോണ്ടിരിക്കാണ്. എന്റെ പൊന്നു, ഞാൻ വീട്ടിൽ പോലും ഇത്ര സവാള ഇങ്ങനെ അരിഞ്ഞിട്ടില്ല. ഇതെപ്പോ തീരുന്നതാണ് ഇപ്പൊ സമയം. കുഴപ്പമില്ല ഗായ്സ്. ഇത് ഞാനിപ്പോ നോക്കണെന്ന് വെച്ചാൽ ഇപ്പൊ ഇത്ര അരിഞ്ഞെടുക്കണം. പിന്നെ കപ്പ ഉണ്ട്. ഈ കപ്പ മൊത്തം കഴുകി എടുക്കണം. ചിക്കൻ ഇതിനകത്ത് പെരട്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ നോക്കിയാണ്. ചിക്കൻ ഗായ്സ്, ചിക്കൻ ഞാൻ ഇത്രയും പെരട്ടി വെച്ചിട്ടുണ്ട്. ഇതാ ഇത്രയാണ് ചെയ്യാനുള്ളത്. എപ്പം തീരുന്ന എനിക്ക് അറിഞ്ഞൂടോ. എന്താണ് പരിപാടി? എന്തിനായി? എപ്പം തീരും? തിന്നാൻ പറ്റുമോ? ഗൈസ്, കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടി. ഇത് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം ലേക്കിലോട്ട് പോകണം. ലേക്കിലോട്ട് പോയി കുറച്ച് തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ഇങ്ങനെ വരും.
ഗായ്സ് അങ്ങനെ ഒരുവിധം പരിപാടി കഴിഞ്ഞെന്ന് വെച്ചാൽ ചിക്കൻ ആയില്ല, പക്ഷേ നമ്മൾ സവാള ഇട്ട് സെറ്റ് ചെയ്തിട്ടില്ല. അവൻ വൈകുന്നേരം അവിടെ ഉണ്ട്. എല്ലാവരും പാട്ടും പാടി കളിച്ചിരിക്കുകയാണ്. ചിക്കൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സവാള ഇനി വേവണം. സവാള വെന്ത് കഴിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി അയ്യോ ഹലോ ഗായ്സ്, അങ്ങനെ അവരെല്ലാം മേളിൽ നിൽക്കാണ്. അവരെല്ലാം താഴെ നിൽക്കാണ്. ഞാൻ ഇപ്പൊ മേളിൽ നിൽക്കാണ്. എല്ലാം കണ്ടുറക്കാം. നല്ല തണുപ്പ്. അത് ക്ലൈമറ്റ് കണ്ട ഫുള്ള് കോടാറിഞ്ഞു ഇവിടെ മൊത്തം. ഇവിടെ ഫുള്ള് കോടയാണ് ഇപ്പൊ. അവര് താഴെ പൊതച്ചു മൂടി കിടന്ന് ഉറക്കം. നല്ല ഉറക്കം. ഞാൻ ഉറക്കമായിരുന്നു ഇത്ര സമയം. ഇപ്പോഴാണ് എണീച്ചത്. അടിപൊളി വ്യൂ കാണാൻ ഇവിടെ. എന്റെ മോനെ, ഒരു പൂണിന്റെ ബാക്കിലോട്ട് നോക്കിയാണ് കോട. വൈകിട്ട് ഈ സമയമാകുമ്പോ നേരെ ലേക്കിലോട്ട് പോകണമെന്നായിരുന്നു എല്ലാവരും പ്ലാൻ. പക്ഷേ ഈ തണുപ്പത്ത് എല്ലാരും സുഖം ഓർക്കും. പൂലൊക്കെ ഉറങ്ങിയെടുക്കും. ഓക്കെ, കുറച്ചുപേര് ആരൊക്കെയാന്നോ മനു, നന്ദനും അവന്മാര്, പിന്നെ ആരൊക്കെ ശ്രീയേഷ് ആരൊക്കെയൊക്കെ വെളിയിൽ പോയിരിക്കുന്നു. ഇവര് നടക്കാൻ വേണ്ടി പാണ്ഡിതുര എണ്ണയെ കാണാൻ വേണ്ടി പോയിരിക്കുന്നു. നമ്മള് വൈകിട്ട് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒരു ഉറക്കം ഉറങ്ങി നേരെ ഇറങ്ങി കൊടൈക്കനാൽ സൈറ്റ് സീയിങ് കാണാൻ വേണ്ടി. ജസ്റ്റ് ലേക്ക് നാളെ മൊത്തം കാണാൻ പോണം. പിന്നെ രാത്രി ഫുള്ള് കാണാൻ വേണ്ടി ഇറങ്ങി. ഫുള്ള് മഴ, ഭയങ്കര മഴ, നല്ല മഴ, അതിന്റെ തണുപ്പും മഴയും. ഇവരെല്ലാരും വന്ന് നിൽക്കുകയാണ്. മൊത്തം പോയി കണ്ടിട്ട് വരാം. കാണിച്ചു തരാം. സംഭവം എല്ലാം നമ്മളെ മാളിലൊക്കെ ഉള്ളത് സെയിം തന്നെ. ഇവിടെ വന്ന് ഇതൊക്കെ കളിക്കാനത്ത് പേരേ വൈ പരിപ്പേ. ഈ വണ്ടി ഓട്ടിക്കണോ, കാർ ഓട്ടിക്കണോ? 120 per person. അല്ലെങ്കിൽ നമുക്ക് ആ കാർ ഓട്ടിച്ചാലോ? ഏത് ഇതിന് ബമ്പർ ഉണ്ടല്ലേ? അപ്പൊ ക്ലെയിം ചെയ്യാം. ഇതിന് ബമ്പർ ഉണ്ട്. ബമ്പർ ടു ബമ്പർ ക്ലെയിം ചെയ്യാം. ഓടിക്കണോ? എനിക്ക് ഒരാൾ കയറി ഓടി. എടാ ഇത് നോക്കാം ആരെങ്കിലും. ഗായ്സ് കണ്ട ഗത യെസ് കംപ്ലേ. വണ്ടി ഓടിക്കണോ? എല്ലാവർക്കും ഇല്ല. കേരള ഫണ്ടൂരെ വേറെ തന്നെ ഉണ്ടോ? ഫണ്ടൂരെ ഗൈസ് ഇവിടെ ബമ്പർ ക്ലൈം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കാർ ഓടിക്കുന്നില്ല. നമ്മൾ കാർ ഓടിക്കുന്ന പ്ലാൻ മാറ്റി നമുക്ക് വല്ല കഴിക്കാം. ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? இதெல்லாமே ஆல்மண்ட், ஃபுல் ஆல்மண்ட். இது காக்கில 150 எல்லாம் மிக்ஸ் செய்து. இது வந்து நட்ஸ் குறைவானது காக்கில 100 ரூபாய் ஸ்டாண்டர்டா. ஒரு பாக்ஸ் வாங்கினா ஒரு 7-8 ஃபிளேவர் ஃபுல்லா மிக்ஸ் செய்து கொடுத்தாங்க. 150 இருக்கும். இதுக்குள்ள மிக்ஸ் செய்து 7-8 ஃபிளேவர் மிக்ஸ் செய்து. ഇവിടെ മേലോട് കയറി നോക്കാം. ഇവിടെ എന്താണോ ഇവിടെ നല്ല കൊച്ചു പിള്ളേരാ. ഇതിലിറങ്ങാം. എനിക്ക് ബാഗോട്ട് പോവാം. ഇവിടെ വെടി വെക്കണോ?
ചൂക്ക വെടിവെക്കണ ये कार्ड रखिए ओके വൈറ്റ് ചോക്ലേറ്റ് ഇതിൽ നട്ട്സ് എന്തൊക്കെ നട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം അതിലുണ്ട് കൊള്ളാല്ലേ ചോക്ലേറ്റ് നല്ല മധുരമുണ്ട് കഴിച്ചു പോവാ നിക്കറ് കൂളിംഗ് ഗ്ലാസ് വേണോ ഏതാ ഉണ്ടല്ലേ അകത്ത് മ്യൂസിയം ഉണ്ട് അതായത് ഈ വിന്റേജ് മ്യൂസിയം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കണം അപ്പൊ മ്യൂസിയം നോക്കി നോക്കാം കൊള്ളായിരിക്കും വിന്റേജ് മ്യൂസിയം പെറ്റ്ഫ്ലിക്സ് ഉണ്ടോ എത്ര ഗായ്സ് അവിടെ സംഭവം ഉണ്ട് ക്യാമറ അലോഡാണ് 150 പെർ പേഴ്സൺ 150 ഇത്രയും പേരും കൂടെ എനിക്ക് ആണെങ്കിൽ ഇനിയിപ്പം എമൗണ്ടിയോ നല്ല എമൗണ്ടോ ഇനി എല്ലാവർക്കും കാണണമെന്നില്ല അപ്പം നമ്മളിനി താഴോട്ട് പോയിട്ട് അവിടെ കുറച്ച് അല്ലാത്ത കുറച്ച് സാധനങ്ങൾ എന്തൊക്കെ ഉണ്ട് അത് നോക്കണം നോക്കിയിട്ട് ലേക്കിന്റെ അപ്പർ സൈഡ് പോകണം അവിടെ നല്ല ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് കിട്ടും ഈ കപ്പൽഡിയിൽ വെച്ച് എന്തൊക്കെ ചെയ്താൽ സ്ട്രീറ്റ് ഫുഡ് കിട്ടും അപ്പം അതെല്ലാം ഒന്ന് ജസ്റ്റ് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബാക്കി നോക്കാം നമ്മുടെ നാട്ടിൽ ഉത്സവമൊക്കെ അതിനകത്ത് സാധനങ്ങൾ കൊണ്ടിട്ട് വിൽക്കില്ല അതേ സംഭവം ഉണ്ടോ അത് ഇടാത്ത ആൾക്കാരില്ല മാർവലിന്റെ എന്റെ ഉണ്ടായിരുന്നു ഈ സാധനം ഒരു സമയത്ത് എല്ലാരും ഇടുമായിരുന്നു ചാറ പെടാന്ന് ഇത് തന്നെ ഇടക്കായിരുന്നു നീ ഊതിയാണ് വരണ്ട 82 എവിടെ എനിക്കുണ്ടോ ചായ ഉണ്ടോ എനിക്ക് ചായ ഉണ്ടോ എനിക്ക് കാപ്പി 7 ചായ 2 സ്ട്രോങ് 1 ലൈറ്റ് എല്ലാം പകർത്ത് പ്രൈവസി 150 ആയിട്ട് 150 കൂടി 150 കൂടി ഞാൻ കേൾക്കാൻ പോയേട്ടാ തല സാധനം പൊങ്ങി വരല്ല വെള്ളത്തിലടി ഞാൻ ഒരു മുറിവ് കാലടി പൊക്ക് നെഞ്ച് കയറ്റത് ബസ് കയറി ഇടിച്ച് അവിടെ ചിക്കു അവന്മാർ ഇവിടെ വന്ന് അവന്മാരെ വിളിക്കാൻ പറഞ്ഞു പോയി എന്തായാലും കൊള്ളായിരുന്നു വൈപ്പർ അവര് ആ വർഷം വൈകുന്നേരം വരെ വണ്ടി കളി പക്ഷെ അവൻ ചത്ത വന്ന് കഴിഞ്ഞ ശേഷം എന്നിട്ട് എന്റെ കൂടെ നിന്ന് ചെറുക്കുമ്പോ നിന്നെങ്ങനെ അവന് മരിച്ചിനാണ് ഗ്യാസ് കയറുന്ന കുഴപ്പമൊന്നുമില്ല അവന്മാര് വരാന് വന്ന് നമ്മുടെ കൂടുതൽ ബാക്കി കുറച്ച് പയ്യന്മാര് നേരത്തെ പോയെന്ന് പറഞ്ഞു അപ്പൊ അവന്മാരെ എടുത്തോണ്ട് അവന്മാര് എവിടെ ഇങ്ങനെ തരും എവിടെ നിന്നൊക്കെ വരും കൊള്ളാം കൊള്ളാം ഇതെന്താ ഔട്ട്ഫിറ്റ് ചാമി ചാമി ചാമിയേ മറ്റേ അപരിചിത സിനിമ സലീം കുമാർ ഇത് കൊടൈക്കനാലിലെ സ്ട്രീറ്റ് അടിപൊളി കേട്ടോ ഇവിടെ കുറെ ഫുഡ് ഐറ്റം മൊത്തം ചോക്ലേറ്റിന്റെ ഏരിയ ഫുള്ള് ചോക്ലേറ്റ് ഓൾമോസ്റ്റ് എല്ലാരും പിന്നെ ഓൾമോസ്റ്റ് എല്ലാരും കൊടൈക്കനാലിൽ കണ്ടിട്ടുണ്ടായിരിക്കും ആ റച്ചിക്കോടെ ഇത്
ഒരു പ്രാവശ്യം ചുറ്റി കണ്ടു കഴിഞ്ഞാൽ നമ്മള് നടന്ന് വണ്ടിയില്ല. ഇനി നമ്മള് അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ കൊടൈക്കനാൽ ഏകദേശം 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ബസ് കയറിയാണ് വന്നത്. അപ്പം തിരിച്ചു പോകാൻ ബസ്സില്ല. മണി 9:30 ആവും. ഇപ്പോൾ 9:30 ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇടവിട്ട് ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതുവരെ ബസ്സൊന്നും കണ്ടില്ല. ഇനി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഇനി 11 മണിക്കേ ബസ്സുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം മണി 9:30 ആയി. നിൽക്കാൻ വയ്യ. അപ്പോൾ എല്ലാവരും കൂടെ നടക്കണം. വാക്കാണ് നടക്കുന്നത്. നടന്ന് നടക്കാം. നടന്ന് അങ്ങ് വരെ എത്തിയിട്ട് വേണം ഇനി ബാക്കി വിൽക്കണോ. നല്ല വിശക്കണം. ഗായ്സ് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയം. ഗായ്സ് എത്ര സമയം നിറം എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലേ ഗായ്സ് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയം. മഴ നനഞ്ഞ് ഒരു പരിവാ. ഇതാണ്ട് ഇതിൻ്റെ ഇടയിൽ മഴ. ഇത് ഏത് കാടാന്ന് തരും. ബസ്സിൽ വന്നപ്പോൾ നമ്മളിതൊന്നും അറിഞ്ഞില്ല ഇത്രയും ഇതുണ്ടെന്ന്. ഇതിപ്പം നിർത്തി വെച്ച് പാടില്ലേ. എടാ മുന്തിരി തിന്ന് നിൽക്കണേ പരിപ്പ്. അയ്യോ ചത്തേ അവിടെ